തുടക്കക്കാർക്ക് വേണ്ടിയാണ് നാം പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ സീറോയിലുള്ള ആളുകളോട് നമുക്കിനി സംസാരിച്ച് തുടങ്ങണം. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ പറയുന്ന സമയത്ത് കോയ് ബാത്തിനി, അപ്പോൾ പറയാം കോയ് ബാത്തിനി ഭായ്, കോയ് ബാത്തിനി, കോയ് ബാത്തിനി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ എന്ന് ഇംഗ്ലീഷൊക്കെ ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി എന്ന് പറയുന്ന സ്ഥാനത്തിന് കോയ് ബാത്തിനി. അപ്പോൾ നിങ്ങളോടൊരാൾ സോറി പറഞ്ഞാൽ കോയ് ബാത്തിനി, സോറി സാർ, കോയ് ബാത്തിനി എന്ന് പറയും. ഓക്കെ, കോയ് ബാത്തിനി, ഒന്നും പ്രശ്നമല്ല എന്നാണ്. കോയ് തക്ലീഫ് നെഹി എന്നും ഇവർ പറയാറുണ്ട്. കോയ് തക്ലീഫ് നെഹി, കുച്ച് നെഹി, കുച്ച് നെഹി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പൊ കോയ് നെഹി അല്ലെങ്കിൽ കോയ് ബാത്ത് നെഹി, കുച്ച് നെഹി എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. പിന്നെ നമുക്കൊരു പഠിക്കേണ്ട ഒരു വാക്കാണ് ചാഹിയെ എന്നത്. ഞാൻ പലവട്ടവും പല വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ സീരീസിൽ പറയുന്ന നിർബന്ധമാണ് ചാഹിയെ. മുझे പാനി ചാഹിയെ. ഈ ചാഹിയെ എന്നുള്ളൊരു വാക്കൊരു പ്രത്യേക വാക്കാണ്. അത് ആണ് പറയുമ്പോഴും പെണ്ണ് പറയുമ്പോഴും ആണിനോട് പറയുമ്പോഴും പെണ്ണിനോട് പറയുമ്പോഴും ചാഹിയെ തന്നെ പറഞ്ഞാൽ മതി. ചാഹിയെ, ചായ ചാഹിയെ, മുझे दूध वाला ചായ ചാഹിയെ, മുझे ഗരം വാല പാനി ചാഹിയെ, ഇങ്ങനെയൊക്കെ പറയാം. വാല, ഇത് വാല ചേർത്തിക്കൊള്ളി. വാലാണ് ഉള്ളത് എന്നർത്ഥം പറയാം. അപ്പൊ ദൂത് വാല, പാലുള്ളത്. ദൂത് വാല ചായ എന്ന് പറഞ്ഞാൽ പാൽ ചായ, അതാണ് ഒരു കറക്റ്റ്. ദൂത് ചായ എന്ന് പൊതുവെ പറയും, ദൂത് വാല. ഓക്കെ, അപ്പൊ ഒരാൾ നിങ്ങൾ ചായ ചോദിച്ചു, ആ ഭായി ക്യാ ചാഹിയെ ആപ്കോ, ക്യാ ചാഹിയെ. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ഹിന്ദിക്കാരൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു, നിങ്ങൾ ചായ കുടിക്കുക, ആ ഭായി ക്യാ ചാഹിയെ, ചായ ചാഹിയെ, അച്ഛാ കോൺ സാ ചായ ചാഹിയെ, ദൂത് വാല, ദൂത് വാല ചാഹിയെ, ദൂത് വാല. ഓക്കെ, അപ്പം ഇങ്ങനെ ഓരോന്നും. ഇപ്പൊ നിങ്ങൾ സാലൻ മിർച്ചി വാല, മിർച്ചി വാല എന്നൊക്കെ പറയാം. ഗരം വാല, ഒരു വാലാവാലി ഉണ്ട്. ഗരം വാല ചായ, ഗരം വാല എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ളത്. ठंडा वाला, ठंडा वाला. നമ്മൾ ഒരു പെപ്സി വാങ്ങി, ഭായ് ये പെപ്സി ठंडा वाला नहीं है, ठंडा वाला नहीं है. ആൾക്കും പറയും സാധനത്തിനും പറയും. മൂച്ചുവാല മീശക്കാരെന്നാണ്, തടിവാല താടിക്കാരൻ, ദൂതുവാല പാൽക്കാരൻ എന്നാണ്. അതിന് പറയും ദൂതുവാലാന പാൽക്കാരനും നമ്മൾ പത്രക്കാരനും പാൽക്കാരൻ എന്നറിയല്ലോ, ആ സ്ഥാനത്തും ഇവിടെ പറയും. അതുപോലെ ചായ, പാൽ ചായക്കും ഒരു ദൂതുവാല ചായ എന്ന് പറയും. ഈ ശൈലി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ചാഹിയെ എന്നാണ് നമ്മൾ രണ്ടാമതെന്ന് പഠിച്ചത്. ക്യാ ചാഹിയെ ആപ്കോ, മുझे खाना चाहिए, नहीं, ഇനി വേണ്ടാതെ നെഹി ചാഹിയെ, നെഹി ചാഹിയെ. അപ്പൊ ചാഹിയെ നെഹി ചാഹിയെ. ബാക്കി ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. മുझे एक സോപ്പ് ചാഹിയെ. നിങ്ങളൊരു ഹോട്ടൽ, ഒരു സൂപ്പർ മാർക്കറ്റ് ചെന്നിട്ട് മുझे एक സോപ്പ് ചാഹിയെ, എനിക്ക് സോപ്പ് വേണം. മുझे അച്ഛാ വാല സോപ്പ് ചാഹിയെ, നല്ല ഒരു വാല ആണ്, അച്ഛാ വാല സോപ്പ് ചാഹിയെ, നല്ല ഒരു സോപ്പ് വേണം. ബഡാവാല, ബഡാവാല വലുത്, ചോട്ടാവാല ചെറുത്. ഓക്കെ, അപ്പൊ നമ്മളിത് കുറേ വാക്ക് പഠിച്ചിട്ട് അതൊന്നും ഞാൻ മനസ്സിൽ നിന്നെടുത്തിട്ട് പറയാണ്. അതുപോലെ നിങ്ങൾ എന്താക്കണം, പറയാൻ പഠിക്കണം. അത് നന്നായി സംസാരിച്ചുകൊണ്ട് നിങ്ങൾ ഹിന്ദി യൂനിയുടെ മക്കളായി മാറണം. ധന്യവാദ്, ബഹുത് ശുക്രിയ.